കണ്ണൂർ പാനൂരിൽ വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വെള്ളത്തിൽ മുങ്ങിയത് പാനൂർ KKVPR സ്കൂളിന്റെ ബസ്. 10 വിദ്യാർത്ഥികളുമായി പോയ ബസ് പാതി വഴിയിൽ നിന്നു വെള്ളക്കെട്ടിലേക്ക് ബസ് ഓടിച്ചു പോയത് നാട്ടുകാരുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും ചേരുന്നത്. നിഖിൽ, വളരെ അപകടകരമായ ഒരു കാഴ്ച, വെള്ളക്കെട്ടിലൂടെ സ്കൂൾ ബസ് വിദ്യാർത്ഥികളുമായി നീങ്ങുന്നു. എന്തായിരുന്നു ശരിക്കും സംഭവിച്ചത്? ഇപ്പോഴെങ്ങനെയാണ് അവിടെ മഴ? ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. മുണ്ടത്തോട് കടവത്തൂർ റോഡിലാണ് ഈ സ്കൂൾ ബസ് കുടുങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത്. വെള്ളപ്പൊക്കത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ബസിന്റെ പകുതിയോളം വെള്ളം കയറി നിൽക്കുന്ന ഒരു സാഹചര്യം കാണാം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നാട്ടുകാർ ഈ ബസ് മുന്നോട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഡ്രൈവറോടും ബസ്സിലുള്ള ആളുകളോടും കൃത്യമായി പറഞ്ഞിരുന്നു ഇതുവഴി പോകാൻ സാധിക്കില്ല എന്ന്. വെള്ളം കയറിയതിനെ തുടർന്ന് ഇതുവഴി മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ പോകാത്ത സാഹചര്യമായിരുന്നു. ഈ സമയത്ത് നാട്ടുകാർ നൽകിയ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ഈ പാനൂർ KKVPR സ്കൂളിന്റെ ബസ് ഇങ്ങനെ കുട്ടികളുമായി മുന്നോട്ട് പോയത്. 10 കുട്ടികൾ സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒപ്പം 4ഓളം അധ്യാപകരുമുണ്ട് എന്ന സൂചനയാണ് നാട്ടുകാർ നൽകുന്നത്. ഏതായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഇങ്ങനെ മുന്നോട്ടെടുത്ത ബസ് കുറച്ച് ദൂരം പോയതോടുകൂടി ഓഫായി പോകുന്ന സാഹചര്യമാവുകയായിരുന്നു. ഈ ബസ് ഓഫായതോടുകൂടി കുട്ടികളും ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റാളുകളും അവിടെ കുടുങ്ങി. അവർക്ക് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. പിന്നീട് നാട്ടുകാർ ചേർന്ന് ഈ ബസ് തള്ളി വെള്ളം കുറഞ്ഞ ഒരു ഭാഗത്തേക്ക് എത്തിച്ചതിന് ശേഷമാണ് ബസ്സിലുണ്ടായിരുന്ന കുട്ടികളെ ഉൾപ്പെടെ പുറത്തേക്ക് എത്തിക്കാനായത്. നാട്ടുകാർ വലിയ അമർഷം തന്നെയാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു അപകടാവസ്ഥ കണ്ട് നാട്ടുകാർ അവിടെ നിന്ന് ഇത്തരത്തിൽ വാഹനങ്ങൾ പോകുന്നത് തടയുന്ന സാഹചര്യമായിരുന്നു. ഇതുപോലും ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞിട്ട് പോലും അത് കേൾക്കാതെയാണ് ബസ് മുന്നോട്ടെടുത്തത്. അതാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത്. നിഖിൽ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇത്രയും വലിയ വെള്ളക്കെട്ടിലൂടെയാണ് ആ ബസ് വിദ്യാർത്ഥികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? സ്കൂൾ അധികൃതരുടെ വിശദീകരണത്തിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത് അല്പസമയം മുൻപാണ്. തീർച്ചയായും ഇതിൽ അധ്യാപകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എങ്കിൽ സ്വാഭാവികമായും ഗുരുതരമായ സാഹചര്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ നാട്ടുകാർക്കാണ് കൃത്യമായി അറിയുന്നത് അവിടെ എത്രത്തോളം ആഴമുണ്ട്, വാഹനം മുന്നോട്ട് പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അത് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ച് മുന്നോട്ട് പോയത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യമായി പറയേണ്ടത്. മാത്രമല്ല, സമാന സാഹചര്യം പലയിടങ്ങളിലുമുണ്ട്. ഈ റോഡുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ എത്രത്തോളം ആഴമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പൊക്കത്തിലാണ് ഈ വെള്ളം കയറിയിരിക്കുന്നത് എന്നൊന്നും ആളുകൾക്ക് അറിയില്ല. ഈ പുറമേ നിന്ന് വരുന്ന ആളുകൾക്കും മറ്റും അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും നാട്ടുകാർ ഒരു നിർദ്ദേശം നൽകുമ്പോൾ അത് മനസ്സിലാക്കുക, ഇനി കുട്ടികളെ വീട്ടിലെത്തിക്കുക എന്നതാണ് ലക്ഷ്യം എന്ന രീതിയിലാണ് മുന്നോട്ടെടുത്തതെങ്കിൽ അതിന് മറ്റു വഴികൾ തേടുക എന്നതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ പകരം നാട്ടുകാരെ പോലും അവഗണിച്ച് മുന്നോട്ട് പോയി ഇത്തരത്തിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കുറ്റം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരും പറയുന്നത്. നിഖിൽ, നമ്മൾ നേരത്തെ കുറച്ചു മുമ്പ് നിഖിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു, മറ്റൊരിടത്ത് സമാനമായി സ്കൂൾ ബസ്സിൽ നിന്നും വെള്ളക്കെട്ടിലേക്ക് വിദ്യാർത്ഥികളെ ഇറക്കി വിടുന്നത്, വെള്ളക്കെട്ടിന് സമീപം വിദ്യാർത്ഥികളെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ തിരികെ പോകുന്നു. ഇപ്പോൾ സ്കൂൾ ബസ് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നു, മഴ ശക്തമാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നു. ഇതിനെതിരെയുള്ള നടപടികളൊക്കെ ഏത് രീതിയിലാകും ഉണ്ടാകുക? അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ ഏത് രീതിയിലായിരിക്കും? നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളക്കെട്ടിന് സമീപത്ത് കുട്ടികളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതും വലിയ വിവാദമാകുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിനെതിരെ കൂടി വിമർശനങ്ങൾ വരുന്നുണ്ട്. കാരണം കണ്ണൂർ ജില്ലയിൽ ഇത്രയും ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമായിട്ട് പോലും അവധി പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ശക്തമായ മഴ പെയ്യുമ്പോഴും പലയിടങ്ങളിലും സ്കൂൾ അധികൃതരുടെ ഇഷ്ടപ്രകാരം ഉച്ചയോടുകൂടി അവധി നൽകി കുട്ടികളെ വീട്ടിലേക്ക് വിടേണ്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ അപ്പോഴേക്കും പലയിടങ്ങളിലും റോഡുകളിലും മറ്റും വെള്ളം കയറുന്ന സാഹചര്യം വന്നു. കുട്ടികൾക്ക് വന്ന വഴികളിലൂടെ തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യം വന്നു. അതൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഈ സ്കൂൾ അധികൃതരെ കൊണ്ടുകൂടി ഇങ്ങനെയുള്ള ചില സാഹസങ്ങളിലേക്ക് കടക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞാൽ അവരെ തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ളത് സ്കൂൾ അധികൃതരുടെ ഉത്തരവാദിത്തമായി മാറുകയാണ്.
അങ്ങനെ കുട്ടികളുമായി പോകുമ്പോഴാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് പല വഴികളിലും രൂപപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും കുട്ടികളെ എങ്ങനെ വീട്ടിലെത്തിക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു ചിന്ത സ്കൂൾ അധികൃതരുടെയോ അല്ലെങ്കിൽ സ്കൂൾ ബസ് ഡ്രൈവർമാരുടെയോ ഒക്കെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ശരി നിഖിൽ, കണ്ണൂർ പാനൂരിലാണ് വിദ്യാർത്ഥികളുമായി പോയ സ്കൂൾ ബസ് വെള്ളത്തിൽ മുങ്ങിയത് പാനൂർ KKVPR സ്കൂളിന്റെ ബസ്സാണ്. 10 വിദ്യാർത്ഥികളുമായി പോയ ബസ് പാതി വഴിയിൽ നിൽക്കുകയായിരുന്നു ചെയ്തത്.